നമസ്കാരം, ശുഭമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഓസ്കാറിനെ കുറിച്ച് നോക്കാം. ഓസ്കാറിനെ കുറിച്ച് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കെയറിംഗ്, ബ്രീഡിങ്ങും ബാക്കിയുള്ള എല്ലായിട്ട് ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. ഒരു വീഡിയോയിൽ നിൽക്കും തോന്നുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ 2 വീഡിയോയിൽ ചെയ്യാം. ഓസ്കാർ ആക്ച്വലി ഒരു ചിക്കൽഡ് ഫാമിലിയിൽ വരുന്നതാണ്. സൗത്ത് അമേരിക്കൻ അതിന്റെ സ്ഥലം സൗത്ത് അമേരിക്കൻ വാട്ടർ ഡോഗ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതായത് ടാങ്കുമായിട്ട് വളരെയധികം വാട്ടർ ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോഗിനെ അറിയാമല്ലോ, നമ്മളായിട്ട് നല്ല രീതിയിൽ ഇണക്കമുള്ള ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെയാണ് ഈ മീനും. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഫീഡ് ചെയ്താൽ നമ്മളായിട്ട് നല്ല രീതിയിൽ ഇണക്കം ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഓസ്കാർ വരുന്നത്. ഓസ്കാർ സെമി അഗ്രസീവ്നെസ് കാറ്റഗറിക്ക് അകത്ത് വരുന്ന ഒരു സ്ട്രെയിൻ ആണ്. ഒബ്നോറസ് ആണ്. മറ്റ് മീനുകളും കഴിക്കും, പെലക്റ്റും കഴിക്കും. ഈ സൗത്ത് അമേരിക്കയിൽ നിന്ന് പിന്നെ എനിക്ക് 95 കാലഘട്ടങ്ങളിൽ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലോട്ട് വരികയും ഈ മോൺസ്റ്റർ ടാങ്ക് സെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വെറൈറ്റിയാണ്. നല്ല രീതിയിൽ ടെറിട്ടറി അറ്റാക്ക് ചെയ്യുന്ന വെറൈറ്റീസ് ആണ്. മീൻസ് ഈ ഒരു ചിക്കിൾ ഫാമിലീസ് എല്ലാം അവരുടേതായ ഒരു ഏരിയയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിൻ ആണ്. അപ്പോൾ സെമി അഗ്രസീവ്നെസ് ആണ്. മറ്റു മീനുകളെ അറ്റാക്ക് ചെയ്യാം. ടാങ്ക് വലുതാണെങ്കിൽ നമുക്ക് മറ്റു മീനിനാരോടെ കൂടെയൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. ടാങ്ക് അത്രത്തോളം സ്പേസ് കൊടുക്കുക. ബ്രീഡിങ് പോസിബിൾ ആണ്. ബ്രീഡിങ് അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ വേർതിരിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ബ്രീഡിങ്ങിന് മുമ്പ് നമുക്ക് ഓസ്കാറിന്റെ തന്നെ മറ്റു കുറെ സവിശേഷതകൾ നോക്കാം. ഓസ്കാർ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഏകദേശം ഒരു 3 feet എങ്കിലും ടാങ്ക് സ്പേസ് ചൂസ് ചെയ്യുക.